ഹലോ, കുറേ ദിവസങ്ങൾക്ക് ശേഷം കരിയർ വാർത്തകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. കരിയർ വാർത്ത എന്നാണ് ഇനി മുതൽ ഞാൻ കരിയർ കോഴ്സുകളെക്കുറിച്ചും ജോബുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തരുന്ന ആ മേഖല കരിയർ വാർത്തകളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പൈലറ്റ് സ്വപ്നം കാണുന്നവർക്ക്, ജീവിതത്തിൽ പൈലറ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാം. ഫ്ലൈയിങ് ബ്രാഞ്ചിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 ഫിസിക്സും മാത്സും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, പ്ലസ് എനി ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി വേണം, അത് ഏത് ഡിഗ്രിയുമാകാം. ഏജ് പറയുന്നത് 20-നും 24 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഫ്ലൈയിങ് ബ്രാഞ്ചിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കും ഗേൾസിനും അപേക്ഷിക്കാം. ഇതിലുള്ള അവർ എയർഫോഴ്സിലുള്ള മറ്റു 2 തസ്തികകൾ, ഈ ഫ്ലൈയിങ് ബ്രാഞ്ച് അടക്കം മറ്റു തസ്തികകളിലും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തത് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ഏരിയയാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ഏരിയയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഫിസിക്സും മാത്സും പഠിച്ചിരിക്കുകയും പ്ലസ് എൻജിനീയറിംഗ് പാസ്സായിരിക്കുകയും ചെയ്യണം. +2 പ്ലസ് ബിടെക് എൻജിനീയറിംഗ്. മൂന്നാമത്തത് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ഏരിയയാണ്. നോൺ ടെക്നിക്കൽ ഏരിയയിലേക്ക് 3-4 വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്കാണ്. അത് ഈ പറഞ്ഞ എല്ലാത്തിനും +2 പ്ലസ് ഡിഗ്രി വേണം. +2 ഫിസിക്സും മാത്സും നിർബന്ധമാണ്. പ്ലസ് ഡിഗ്രിയാണ്. ഡിഗ്രി തന്നെ നേരത്തെ നോൺ ടെക്നിക്കൽ ഇനി പറയാൻ പോകുന്ന നോൺ ടെക്നിക്കൽ വിഭാഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളത് ഫൈനാൻസ് ഏരിയയിൽ, അതായത് അക്കൗണ്ടൻസ് മേഖലയിൽ ഒഴിവുണ്ട്. അതിന് BCom അല്ലെങ്കിൽ CA അല്ലെങ്കിൽ CFA തുടങ്ങിയ ഫൈനാൻസ് മേഖലയിലുള്ള യോഗ്യതയാണ് പറയുന്നത്. പിന്നീടുള്ളത് നേരത്തെ പറഞ്ഞ ലോജിസ്റ്റിക്കാണ്. അത് ഇനി ഡിഗ്രി തന്നെയാണ്. പിന്നീട് വരുന്നത് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എയർഫോഴ്സിലുള്ള ട്രെയിനിങ് ഏരിയയിലുള്ള ജോലിയാണ്. അതിൽ PG ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് പറയുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ജോലി ഒഴിവുണ്ട്. അത് +2 പ്ലസ് എനി ഡിഗ്രിയാണ്. ഇനിയുള്ളത് മീറ്ററോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതിൽ പറയുന്നത് +2 ഫിസിക്സ് മാത്സ് നിർബന്ധം, പ്ലസ് BSc ഫിസിക്സ് ഓർ മാത്തമാറ്റിക്സ് ഡിഗ്രിയിൽ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യത ഉള്ളവരൊക്കെ ഉടനെ തന്നെ അപേക്ഷിക്കാം. ഡിസംബർ 31 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അഫ്കാറ്റ് എന്ന ആണ് ഈ ടെസ്റ്റിൻ്റെ പേര്, എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്നുള്ള. അഫ്കാറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏജ് ലിമിറ്റ് ഉണ്ട്. പൈലറ്റിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 20-നും 24 വയസ്സിനും പ്രായമാണ്. മറ്റു 2 ഏരിയകളിലേക്ക് 20-നും 26 വയസ്സിനും പ്രായമുള്ളതാണ് ഏജാണ് പറയുന്നത്. ഇനി എയർഫോഴ്സ് കൂടാതെ ഇന്ത്യൻ നേവിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആ വിവരം നിങ്ങളുമായി നാളെ സംസാരിക്കുന്നതാണ്. നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തും. അത് ഇന്ത്യൻ എയർഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസം വിവിധ ജോബിനെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചുമുള്ള കരിയർ വാർത്തകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഞാൻ അഡ്വക്കേറ്റ് ഇസുദ്ദീൻ KK. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.